ഹലോ എവരി വൺ, ഐ എം സമീർ അജ്മൽ. ഇനി നമുക്ക് കുറച്ച് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻ മൈസിൻ സീൻ. നമുക്ക് ഓൾറെഡി അറിയാം, ഒരു സീനിൽ നമ്മളൊരു സിനിമ കാണുമ്പോൾ അതിനകത്ത് ഒരു സീനിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടാകും, എല്ലാം ഈ മൈസിൻ സീൻ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ സെറ്റിങ്സ്, ലൈറ്റിംഗ്, കോസ്റ്റ്യൂം, മേക്കപ്പ്, പ്രോപ്പർട്ടീസ്, ആക്ടേഴ്സിൻ്റെ മൂവ്മെൻറ്റ്, ഇതൊക്കെയാണ് മൈസിൻ സീൻ എന്ന് പറയുന്നത്. ഇതില്ലാത്ത സിനിമയില്ല. അപ്പോൾ ഇത്തരം ആസ്പെക്ട്സ് എന്തിനാണ് നമുക്കറിയാം, ഒരു വിഷ്വൽ സ്റ്റൈലും അത് സിനിമയ്ക്ക് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനുമാണ്. ഓരോ സിനിമയുടെ മൂഡ് അനുസരിച്ചിട്ടാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നത് വാട്ട് ഈസ് ദ സ്കെയിൽ ഓഫ് എ ഷോട്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സ്കെയിൽ ഓഫ് എ ഷോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഓരോ സിനിമയിലെ ഓരോ കഥാപാത്രത്തിൻ്റെ ഇപ്പോൾ കരയുന്ന സീനൊക്കെ ആണെങ്കിൽ ആ കരയുന്നതിൻ്റെ പ്രാധാന്യം, ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഷോട്ടുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. സിനിമയുടെ തുടക്കത്തിൽ വൈഡ് ഷോട്ട് ഉപയോഗിക്കാറുണ്ട്. പലതരത്തിലുള്ള ഷോട്ടുകൾ തുടങ്ങിയതാണ് ഒരു സീനൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു സിനിമയുടെ ഒരു ഫ്രെയിമിൽ, ആ ഒരു ഫ്രെയിമിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കഥാപാത്രങ്ങളാകാം, ബാക്ക്ഗ്രൗണ്ട് ആകും, എന്താകാം, അത് എങ്ങനെയാണോ ഫ്രെയിമിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സൈസ്, അതിനാണ് സ്കെയിൽ ഓഫ് എ ഷോട്ട് എന്ന് പറയുന്നത്. അതായത് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷോട്ട്സുകൾ, ക്ലോസ് അപ്പ്, മീഡിയം, ലോങ് ഷോട്ട്, ഇതൊക്കെയാണ്. നമുക്കറിയാം സിനിമകളുടെ തരം അനുസരിച്ച്, ത്രില്ലറാണോ, ക്രൈമാണോ, അല്ലെ ആക്ഷൻ മൂവീസ്, ഇതൊക്കെ അനുസരിച്ചിട്ട് സിനിമകളുടെ ഷോട്ടുകൾക്ക്, ഓരോ ഷോട്ടുകളും വ്യത്യസ്ത തരത്തിലാണ് ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം അതിലെ കഥാപാത്രങ്ങളുടെ കഥയ്ക്ക് അനുസരിച്ച് അതിൻ്റെ ഇമോഷൻസും റിലേഷൻഷിപ്പൊക്കെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പലതരത്തിലുള്ള ഷോട്ടുകൾ എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എഡിറ്റിംഗ്. പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്, മൊണ്ടാഷ്, ജംപ് കട്ട്, മാച്ച് കട്ട്, ഇതൊക്കെയാണ്. പ്രധാനമായിട്ടും ഇത്തരം ടെക്നിക്കുകൾ, എഡിറ്റിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത് സ്റ്റോറി ഫേസിങ്ങിനെയും സ്റ്റോറി ടെല്ലിങ്ങിനും അതുപോലെ തന്നെ ഓഡിയൻസ് എൻഗേജ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം എഡിറ്റിംഗ് ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്. സിനിമയിലെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എന്തൊക്കെയാണ്? അതായത് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, സിനിമ പ്രൊഡക്ഷന് ശേഷമുള്ള സ്റ്റേജ്, അത് ലാസ്റ്റ് സ്റ്റേജ് അല്ലേ. എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ, വിഷ്വൽ എഫക്ട്സ് ആൻഡ് കളർ കറക്ഷൻ, ഇതൊക്കെയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലുണ്ടാകുന്ന പ്രധാന വർക്ക്. ഇതിന് ശേഷമാണ്, അതായത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഇതൊക്കെ ഫൈനലൈസ് ചെയ്തിട്ടാണ് റിലീസ് ചെയ്യാറ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു ക്യാമറ ആംഗിൾസ് ഡിഫൈൻ ദ മീനിങ് ഓഫ് എ ഷോട്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്കൊക്കെ ഡെയിലി നമ്മൾ റീൽസൊക്കെ കാര്യങ്ങൾ എടുക്കും. നമ്മളെല്ലാവരും ക്യാമറ പേഴ്സൺസൊക്കെ. നമ്മൾ പലരും ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടാവും കിടന്നും ഇരുന്നും ഡാൻസ് കളിച്ചൊക്കെ പല രീതിയിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന രീതിക്കനുസരിച്ച് അത് വ്യത്യസ്തമാണ്. അപ്പോൾ ആംഗിളിന് എത്രത്തോളം ഓരോ ആംഗിളിനും മീനിങ് ഉണ്ട് എന്നറിയാം. ഓരോ കഥാപാത്രത്തിൻ്റെയും എങ്ങനെയാണോ ഓഡിയൻസ് അതിനെ പെർസീവ് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ടാണ് ഓരോ കഥാപാത്രത്തിന് പ്രാധാന്യം കൊടുക്കാൻ ചിലപ്പോൾ ലോ ആംഗിളിലൊക്കെ ക്യാമറ വെച്ച് ആ കഥാപാത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ എടുക്കാറുണ്ട്. അങ്ങനെ ഓരോ കഥാപാത്രത്തിൻ്റെ മീനിങ്, ആ സിനിമയിൽ എന്താണോ കഥ അതിനനുസരിച്ച് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണോ ഓഡിയൻസ് പെർസീവ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ഓരോ ആംഗിളും നിർണ്ണയിക്കുന്നത്. ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ലോ ആംഗിൾ എന്ന് പറയുന്നത് ആ ഒരു കഥാപാത്രത്തിൻ്റെ പവർഫുൾ, അതായത് ക്യാമറ താഴെ വെച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അത്തരത്തിലുള്ള ഷോട്ടുകളൊക്കെ എടുക്കുന്നത് കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം കാണിക്കാനും, എന്നാൽ ഹൈ ആംഗിൾ എടുക്കുന്നത് കഥാപാത്രത്തിൻ്റെ വീക്ക്നെസ് കാണിക്കാനൊക്കെയാണ്. അപ്പം അത്തരത്തിൽ ഓരോ ആംഗിളിലും മീനിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇസ്മാൻ കളർ ആൻഡ് ടെക്നിക് കളർ. അതുപോലെ തന്നെ കളറിനും ഓരോ ക്യാമറ ആംഗിളും ഷോട്ടൊക്കെ പറഞ്ഞ പോലെ തന്നെ കളറിനും അതിൻ്റെതായ മീനിങ് ഉണ്ട്. ഇതെന്താണെന്നോ, ഇപ്പോൾ സിനിമയിൽ കളറിങ് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഈസ്റ്റ്മാൻ കളർ എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രിപ്പ് ഫിലിം പ്രോസസ്സാണ്. വളരെ ചീപ്പറാണ്, വില കുറഞ്ഞതും അതുപോലെ തന്നെ ഈ വേഗത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നു, എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. എന്നാൽ ടെക്നിക് കളർ എന്ന് പറഞ്ഞാൽ 3 സ്ട്രിപ്പ് പ്രോസസ്സാണ്. അതിൽ കൂടുതൽ റിച്ചർ കളേഴ്സ്, ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ടാവും, അതുപോലെ തന്നെ ബെറ്റർ സാച്ചുറേഷൻ ആയിരിക്കും. അടുത്ത എന്താണ് മ്യൂസിക്കൽ ഫിലിംസ്, അതുപോലെ തന്നെ 2 എക്സാമ്പിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. മ്യൂസിക്കൽ ഫിലിം എന്ന് പറയുന്നത് സോങ്സിനും ഡാൻസിനും ഒക്കെ, നമുക്കറിയാം സിനിമയിലൊക്കെ തന്നെ സിനിമയിലൊരു കഥ പറയുന്നതിനോടൊപ്പം സോങ്ങിനും ഡാൻസിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സിനിമകൾ, അത്തരം സിനിമകളെയാണ് മ്യൂസിക്കൽ ഫിലിം എന്ന് പറയുന്നത്. അതിന് 2 ഉദാഹരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് സൗണ്ട് ഓഫ് മ്യൂസിക്, അതുപോലെ തന്നെ ലാ ലാ ലാൻഡ്, ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. മലയാളത്തിലാണെങ്കിൽ ചിത്രം സിനിമ, അതുപോലെ തന്നെ അനന്തഭദ്രം, മണിച്ചിത്രത്താഴ്, ഇതൊക്കെ മ്യൂസിക്കൽ ഫിലിംസിന് ഉദാഹരണമാണ്. അടുത്ത് എന്താണ് റിവേഴ്സ് ഷോട്ട് എന്താണെന്നാണ് ചോദ്യം.
അപ്പോൾ ഷോർട്ട് റിവേഴ്സ് ഷോട്ട് എന്ന് പറഞ്ഞാൽ അതൊരു എഡിറ്റിംഗ് ടെക്നിക്കാണ്. ഇത് പ്രത്യേകിച്ച് രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനൊക്കെ ഉള്ള ഷോട്ടുകൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഷോൾഡർ ഷോട്ടൊക്കെ എടുക്കാറില്ലേ? ഇപ്പോൾ ആദ്യത്തെ രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണം ഫുൾ രണ്ടുപേരെയും കാണിക്കും, പിന്നെ അടുത്ത ഷോട്ടിൽ രണ്ടുപേരുടെയും കോൺവെർസേഷൻ ഒരുമിച്ച് കാണിക്കണമെന്നില്ല. ഒരാളുടെ ഷോൾഡറിൻ്റെ ബിഹൈൻഡിൽ നിന്നിട്ടായിരിക്കും മറ്റൊരാളെ ഷൂട്ട് ചെയ്യുന്ന പെർസ്പെക്റ്റീവിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ ആ ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എഡിറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഈ ഷോർട്ട് റിവേഴ്സ് ഷോട്ട് എന്ന് പറയുന്നത്. ഇത് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത എന്താണ് മൊണ്ടാഷ് എന്നുള്ളതാണ്. മൊണ്ടാഷ് എന്ന് പറയുന്നത് ഒരു എഡിറ്റിംഗ് ടെക്നിക്കാണ്. അതായത് ഒരു സീരീസ് ഓഫ് ഒരുപാട് ചെറിയ ചെറിയ ഷോട്ടുകൾ ഒരുമിച്ച് സീരീസ് ആക്കി വെച്ചുകൊണ്ട് ഒരുമിച്ച് എഡിറ്റ് ചെയ്യുന്നതാണ്. അതായത് അത് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് പാസേജ് ഓഫ് ടൈം കാണിക്കാനും ഇമോഷണൽ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ് ഇത്തരം എഡിറ്റിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സീക്വൻസിൽ നിന്ന് മറ്റൊരു സീക്വൻസിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം ടെക്നിക്ക് എഡിറ്റിംഗ് ഉപയോഗിക്കുന്നത്. എന്താണ് ഫിലിം ലാംഗ്വേജ് എന്ന് പറയുന്നത്? ഫിലിം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സിനിമയിലെ ഡയലോഗ്സ്, അതിലെ ഭാഷ മാത്രമല്ല, അതായത് അതിലുപയോഗിച്ചിരിക്കുന്ന വിഷ്വൽസ്, ടെക്നിക്കൽ എലമെൻറ്റ്സ്, പ്രധാനമായിട്ട് സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, സൗണ്ട്, ഇതെല്ലാം തന്നെ ആ സിനിമയിൽ മീനിങ് കൺവേ ചെയ്യുന്നുണ്ട്. ഓരോ സിനിമയുടെ ജാനർ അനുസരിച്ച് പ്രത്യേക സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ് ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് മൊത്തം ഓവറോൾ ഇതിനൊക്കെയാണ് ഫിലിം ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി വേണ്ട ടോപ്പിക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ദാറ്റ്സ് ഇറ്റ്. ഐ ആം സമീറ അജ്മൽ സൈനിങ് ഓഫ്.